അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അത് ശരി. വിശപ്പ് സഹിക്കത്തില്ല. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ കാണുന്നത് മൊത്തം വലിച്ചു പറിക്കാൻ. വിശപ്പ് ഒരിക്കലും സഹിക്കാനുള്ള ഇതില്ല. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാതപിത്ത കഫ ത്രിദോഷങ്ങള് അവത്തിലെ പിത്ത സ്വഭാവമുള്ള ഒരു ആനയാണിത്. അത് ശരി. അപ്പൊ അതിന്റെ കണ്ണ് നിറം ഇത് നമ്മളതിനെ പിത്ത സ്വഭാവത്തെ കാണും, അങ്ങനെയും പറയാം. അപ്പൊ അത് ഹസ്തായുർവേദത്തില് പ്രത്യേകിച്ച് വാതപിത്ത കഫങ്ങളുടെ ശരീരഘടനയെ കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പിത്ത പ്രകൃതിയായ ആനയാണ്. അതിനെപ്പോഴും തണൽ ആഗ്രഹിച്ച് നിൽക്കും. തണുപ്പത്ത് നിൽക്കാൻ പിത്തരോഗികളെ കണ്ണാ കണ്ണാ മുമ്പ് കാളിദാസനെ പറ്റി നമ്മൾ സംസാരിച്ചു. കാളിദാസന്റെ നീരുകാലത്തെ പ്രത്യേകതകൾ ചിട്ടവട്ടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിലും സഹായികളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരെയും അടുപ്പിക്കുകയോ പുള്ളി, അതോ ആശാന് മാത്രമേ ഒന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? കാളിദാസന് ഞാനൊരു ഇതിൻ്റെ അകത്ത് നീര് സമയങ്ങളിൽ ഇതിനൊരു പ്രത്യേകത ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഇല്ലെങ്കിൽ തന്നെയും, കാര്യം ഞാൻ വലിയ ആളാണെന്നല്ല, പിന്നെ എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. പക്ഷേ അത് എങ്ങനെ ആകാമെന്ന് എനിക്കറിഞ്ഞു. പക്ഷേ ഞാൻ ഇല്ലെങ്കിലും ആനയുടെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചെന്ന് അതിൻ്റെ പുറയിലത്തെ കാലിലെ ചങ്ങലയടിച്ച് മറ്റേ അമർത്തി കെട്ടുകയും ചെയ്യാം. അവിടെ കിടക്കുന്ന ആ പരിസരം എല്ലാം വൃത്തിയാക്കാം, എല്ലാം മാറ്റാം, പിന്നെ വൃത്തിയാക്കാം. പിന്നെ എന്തെങ്കിലും മരുന്നുകൾ, പൊട്ടാസ്യം പെർമാറ്റ്, ചെറിയ മരുന്നുകൾ, മഞ്ഞപ്പൊടി, ഒത്തിരി സാധനങ്ങളുണ്ട് ഞങ്ങള് മതപ്പാടിൽ എല്ലാം കൂടെ വരുന്നത്. അതെല്ലാം അവിടെ എല്ലാം വൃത്തിയാക്കി അമരമൊക്കെ തൂത്ത് കഴുകി ഒക്കെ ഇറങ്ങിപ്പോവാം. തീറ്റയൊക്കെ ബാക്കിയൊക്കെ എല്ലാം മാറി പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചെല്ലരുത്. പിന്നെ ചെന്നാൽ ആന ഓടിക്കും. അതേസമയം അതിനൊരു കൃത്യ സമയമുണ്ട്. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ജോലികളെല്ലാം ചെയ്തിട്ട് സുഖമായിട്ട് നമുക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ അന്ന് നമ്മൾ ആ സമയത്ത് തീറ്റ കൊടുക്കുന്നത് നമുക്ക് ചോറൊക്കെ ആണെങ്കിലും ചോറ് കയ്യിൽ കൊണ്ടുകൊടുക്കും. അതേസമയം എന്നാല് മതപ്പാടില് ഇരുന്ന് തരുന്ന ആനയുണ്ട്, വായിൽ എടുക്കുന്ന സ്ഥിരമായിട്ട് മതപ്പാടില്. ഇപ്പം മതപ്പാടാണ്, അതുകൊണ്ട് നമ്മൾ ആന എടുത്ത് പോരുത്, ആന എറിയും, അതൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അത് നമ്മൾ തന്നെ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലേക്ക് അയക്കദീശൻ. അപ്പം അങ്ങനെ നമ്മൾ ജന്മം കൊണ്ടിരിക്കുന്ന നമ്മള് ആനയെറിയും അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആശാൻ പറഞ്ഞു നമ്മുടെ കാര്യങ്ങളെല്ലാം പുള്ളി അങ്ങ്, എന്നാലും ഇച്ചിരി ഏറൊക്കെ ഉണ്ടോ ആ സമയത്ത്? ഇല്ല, അങ്ങനത്തെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഈ മതപ്പാട് കാലത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചികിത്സയൊക്കെ നൽകിയതിന് ശേഷമാണോ ആനയൊന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ടാണോ മതപ്പാട് കാലത്തോട്ട്? അല്ല 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 ഞങ്ങൾ ഇവിടുത്തെ ആറാട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങും കൊണ്ടുപോകത്തില്ല. കാര്യം പള്ളിവേട്ട ആറാട്ടും സ്വയം ആന എടുക്കും. ആറാട്ട് കഴിഞ്ഞിട്ട് ആനയെ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ആറാട്ട് കഴിഞ്ഞിട്ട് 2 സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആന എഴുന്നള്ളിക്കാവത്തില്ല, കഴിഞ്ഞു പോരും. ഞാൻ അന്നേരം ഞങ്ങൾ സംശയം നോക്കിയെന്നുള്ളേ ഉള്ളൂ. ആന ഞങ്ങൾ കാര്യം ആന ഇവിടുത്തെ ആറാട്ട് ഭഗവതിയുടെ ആറാട്ട് കഴിഞ്ഞാൽ പിന്നെ ആന എങ്ങും കൊണ്ടുപോകുന്നില്ല. ഞാൻ ഇപ്പം വിചാരിക്കുന്ന ഭഗവതിക്ക് അത് ഇഷ്ടമില്ലായിരിക്കും. ഈ രാജ്യം മുഴുവൻ എല്ലാം ഓടി നടന്ന് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ എന്റെ എഴുന്നള്ളിപ്പ് മതി എന്നുള്ള തീരുമാനിച്ച് ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. പക്ഷേ ഒരു ആനയെ സംബന്ധിക്കുമ്പോൾ ഇത് കാളിദാസൻ എന്നല്ല, എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം, കാഴ്ചപ്പാടാണ്. ഒരാനയ്ക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണവും ശുശ്രൂഷയും കിട്ടേണ്ട ഒരു കാലയളവാണ് ആനയുടെ മതപ്പാട്. ഈ മതപ്പാടെന്ന് പറയാൻ ആനയുടെ ധാതുക്കള്, സപ്തധാതുക്കളുണ്ട്. ധാതുക്കൾ പുഷ്ടിപ്പെടുമ്പോഴാണ് ആനകൾക്ക് ആരോഗ്യമുണ്ടാകുന്നത്. ധാതുക്കൾ പുഷ്ടിപ്പെടുന്ന സമീകൃത ആഹാരത്തിൽ നിന്നാണ്. അപ്പൊ ആനയ്ക്ക് സന്തോഷം വന്ന് ആനയ്ക്ക് ആരോഗ്യമുണ്ടായി കഴിയുന്ന സമയത്താണ് പ്രകൃതി കൊടുത്തിരിക്കുന്ന ഈ മതജലം ഉണ്ടാകുന്നത്. മതജലം വരുന്നത് ആനയ്ക്ക് കോപം വർദ്ധിക്കും, ബലം വർദ്ധിക്കും, പിന്നെ ആന
വളരെ ഒരു വല്ലാത്ത ഒരു സ്ഥലം. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ആന ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. എത്ര മതപ്പാടുള്ള ആനയും എത്ര ശല്യമുള്ള ആനയും ആരെയും ഒരാള് 1-2 പേരോട് ആനകൾക്ക് ഇഷ്ടം ആ ഇഷ്ടം തോന്നുന്നവരോടടുത്ത് ആന ഒരിക്കലും ഒരു മോശമായിട്ട് പെരുമാറിയ ചരിത്രമൊന്നും കേട്ടിട്ടില്ല. പക്ഷെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു ആനയ്ക്ക് ഏറ്റവും കൂടുതൽ പരിചരണം കിട്ടേണ്ടതും ശുശ്രൂഷ കിട്ടേണ്ടതും കാലയളവും മതപ്പാടാണ്. എന്താണെന്ന് വെച്ചാൽ ധാതുക്കള് ക്ഷയിച്ചു കഴിഞ്ഞാൽ ആന രോഗിയായിട്ട് മാറും. അപ്പൊ നമ്മള് എല്ലാ ആനകളെയും ആന ഇപ്പൊ എറിയും അല്ലെ ആനയെ അങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ ഒരു കാരണവശാലും മതപ്പാടിൽ മാറി നിൽക്കരുത്. ആന നമ്മള് ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒറ്റ അമരത്തായിരുന്നു കെട്ടുന്നത്. ഇന്ന് ഞങ്ങളൊക്കെ ഈ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു അമരത്താണ് ആന കെട്ടുന്നത്. ആന കറങ്ങി എന്തെല്ലാം വേണമെന്നില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ആനകളുടെ അടുത്ത് മതപ്പാടിലും ഞങ്ങൾ കയറി കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ആനയെ അടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറയാൻ വലിയ ശ്രമകരമായ. പക്ഷെങ്കില് ഞങ്ങള് ആരുടെയും കൂടെ 10, 15, 20 വർഷം നടന്നതിന് ശേഷമാണ് ഒരു ആനയെ ഒന്ന് അഴിക്കാൻ. അപ്പൊ ചില ഈസി ആയിട്ട് അഴിക്കാം. കാര്യം ആനയുടെ പുറത്തിരുന്ന് ഇരിപ്പുറച്ച് കൂപ്പി കയറി പണിയിപ്പിച്ച് ആനയുടെ ഇരിപ്പുറച്ച് ആനയെ അടിക്കാൻ പഠിച്ച് ആനയുടെ മർമ്മസ്ഥാനങ്ങൾ പഠിച്ച് ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗുരുവിന്റെ കീഴിൽ നിന്ന് ശിക്ഷണപ്പെട്ട് പഠിച്ച് അങ്ങനെ സമ്പാദിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു ആനയെ അഴിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആനയെ അഴിച്ചുകൊണ്ട് ആന കാണുമ്പോഴേ ആനയ്ക്ക് നമ്മളെ മനസ്സിലായി കഴിയും. ഇന്നാണെങ്കിൽ വാറാക്കി മുന്നോട്ട് ഒരു നട വലിച്ചു കെട്ടി ഒക്കെ ആന ഒരു കാരണവശാലും കറങ്ങി വരത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് ആനയുടെ തറിയിൽ കയറി ആനയെ വൃത്തിയാക്കാം. അപ്പം പറയാം ആന തൊഴിക്കുമെന്ന്. തൊഴിക്കും ആന ജീവനുള്ളതല്ലേ, ആയിക്കോട്ടെ തൊഴിച്ചത് എന്ന് വിചാരിച്ച് നമ്മളതിന്റെ തറിയിൽ കയറി തറി വൃത്തിയാകാതിരിക്കുക, പിന്നെ അതിന്റെ കാല് മാറിക്കെട്ടാതിരിക്കുക, അത് വൃത്തിയാക്കാതിരിക്കുക. അതിന് വേണ്ടുന്ന ശുശ്രൂഷകൾ നമ്മൾ ചെയ്യാതെ നമ്മൾ പുറമോട്ട് മാറുന്നത് ഈ ജീവിയോട് ഗജങ്ങളോട് കാണിക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ക്രൂരത തന്നെ. അതൊരു വലിയൊരു പീഡനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഈ ഫീൽഡിലുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അത് ആരായാലും ശ്രദ്ധിച്ച് നമ്മുടെ അന്നദാതാക്കളാണ്. ഒരു പാപ്പാന്റെ അന്നദാതാവാണ് അവന്റെ ആനയാണ്. അവൻ ആനയിൽ കൂടി മാത്രമേ അവന് ജീവിക്കാനൊക്കൂ. അവന്റെ കുടുംബങ്ങൾ പുലരുന്ന അവന്റെ ആനയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യയായാലും മക്കളായാലും അമ്മയായാലും അച്ഛനായാലും നമ്മുടെ ബന്ധുക്കളായാലും എൻ്റെ മകനെ അല്ല എൻ്റെ ഭർത്താവ് അല്ല എൻ്റെ ആങ്ങള എൻ്റെ മകന്റെ മകനെ അവന് ആനയുടെ കൂടെ അല്ല, അവൻ ആനയെ സേവനത്തിന് പോയിരിക്കുകയാണ്. അവൻ ഫലേച്ഛ കൂടാതെ പോകുന്നതാണ്. അവൻ നിഷ്കാമ കർമ്മ യോഗ്യ തന്നെയാണ് എന്ന് വിചാരിച്ചാണ് ഓരോ ആനപ്പാപ്പാന്റെയും കുടുംബത്തിലിരിക്കുന്ന ആൾക്കാര് ചിന്തിക്കുന്നത്. അപ്പൊ ആ ചിന്തയിൽ ഒരു അംശമെങ്കിലും നമ്മളൊന്ന് ഓർക്കണം. നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ ചിന്തയാണ്. അവൻ നിസ്വാർത്ഥ സേവനത്തിന് അവൻ പോവുകയാണ്. അവനൊരു ആനയെ ഒരു ജീവിയെ പരിചരിക്കാൻ പോകണം. അതും പോരായെങ്കിൽ ഒരു ബ്രഹ്മാണ്ടത്തിനെ. അവനെല്ലാം ഒരാപത്തും വരരുത് എന്നാണ് വീട്ടിലിരിക്കുന്ന സ്വജനങ്ങൾ മൊത്തം. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് നമ്മൾ വരുന്നു, നമ്മൾ കുറെ കാര്യം. പക്ഷെ നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ ചിന്ത കൂടി ഓരോ പാപ്പാനും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അഭിവൃദ്ധിയും സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നദാതാക്കളെ നമ്മൾ സംരക്ഷിക്കണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കണം. നമ്മളെ ഒന്നും ചെയ്യത്തില്ല. ആനകൾ നിരുപദ്രവകാരിയാണ്. മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. പക്ഷെങ്കിൽ ആന വന്യജീവിയാണ്, വളർത്തു മൃഗമല്ല. അതിനെ നമ്മളെ വളർത്തണമെന്നുണ്ട് ഫോറസ്റ്റിന്റെ അനുവാദത്തോടു കൂടിയും ഫോറസ്റ്റിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് നമുക്ക് ആനയെ വളർത്താനും കൊണ്ടുനടക്കാനും പറ്റത്തുള്ളൂ. ഇതെല്ലാം സംഭവിക്കുകയാണെങ്കിലും മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടികർത്താവിനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ആനന്ദത്തിന് വേണ്ടിയാണ്. അതിന് നമ്മൾ ആനകളെ സംരക്ഷിക്കണം. നമ്മുടെ പൂരങ്ങളും എല്ലാം നമുക്കുണ്ടാകണം. നമ്മുടെ ദേശദൈവത്തിൽപ്പെട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദേശദൈവങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഗജങ്ങൾ. അത് നമ്മുടെ ദേശദൈവങ്ങൾ വേണം. അപ്പൊ ദേശദൈവങ്ങൾക്ക് ശക്തി വരാൻ നമ്മുടെ ഗജങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് മറ്റാരെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ സംരക്ഷിക്കണം. അച്ഛനെ ഇവന്റെ ഉറക്കം, വെള്ളത്തിൽ കളി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. പുള്ളി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാല് ശാന്തശീലനായ ഒരു ആനയാണ്. അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അത് ശരി, വിശപ്പ് സഹിക്കത്തില്ല. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ കാണുന്നത് മൊത്തം വലിച്ചു പറിച്ചാൽ വിശപ്പ് ഒരിക്കലും സഹിക്കാനുള്ള ഇതില്ല. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാതപിത്ത കഫ ത്രിദോഷങ്ങള്, അവത്തിലെ പിത്ത
പിത്ത സ്വഭാവമുള്ള ഒരു ആനയാണിത്. അത് ശരി. അപ്പൊ അതിന്റെ കണ്ണ്, നിറം, ഇത് നമ്മളതിനെ പിത്ത സ്വഭാവത്തെ കാണും. അങ്ങനെയും പറയാം അല്ലേ? അപ്പൊ അത് ഹസ്തായുർവേദത്തില് പ്രത്യേകിച്ച് വാതപിത്ത കഫങ്ങളുടെ ശരീരഘടനയെ കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പിത്ത പ്രകൃതിയായ ആനയാണ്. അതിനെപ്പോഴും തണൽ ആഗ്രഹിച്ച് നിൽക്കും. തണുപ്പത്ത് നിൽക്കാൻ പിത്തരോഗ കണ്ണ് തവിട്ട് നിറമായിരിക്കും. പിന്നെ ഉള്ളിൽ കട്ടി കുറവായിരിക്കും. കണ്ടമാനം ആഹാരം കഴിക്കും. ആർക്കും വശപ്പെടും. അതാണ് പിത്തരോഗിയുടെ ഒരു ലക്ഷണം. തിന്നണം, ഭയങ്കര വിശപ്പായിരിക്കും. തണല് ആഗ്രഹിച്ച് ഉൾക്കട്ടി വളരെ കുറവായിരിക്കും. ഇതൊക്കെ പിത്തരോഗികളുടെ ലക്ഷണം. അപ്പം ഈ ആന ആ ഗണത്തിൽ പെടുന്നു. അത് കാരണം ഇതറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ നമ്മളെ ആനയുമായിട്ട് സഹകരിച്ചില്ല എങ്കില് അത് ഒരു ബുദ്ധിമുട്ട്. ആനയ്ക്കും ബുദ്ധിമുട്ട്, നാട്ടുകാർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. അപ്പം ഈ വലിയ നമ്മളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ വലിയ ചൂടായ ആയി കഴിയുന്നുണ്ട് ആന നമ്മൾ മാറ്റി നിർത്തി ആന സ്വയം പോയി നിന്നോളൂ. അപ്പൊ അതിലും ഭേദം നമ്മൾ കൊണ്ട് നിർത്തിക്കോ. അതെ, അതേസമയം വെയിലത്ത് പോകുന്ന ആനകൾ ധാരാളം ഉണ്ട്. അപ്പൊ അത് വേറെ രീതിയിലുള്ള കഫ പ്രകൃതി, വാദപ്രകൃതിയുള്ള ആനയാണെങ്കിൽ വെയിലത്ത് എത്ര വരുന്നാലും കൊണ്ടുപോകാം. ആനയ്ക്ക് കുഴപ്പമില്ല. ആനയ്ക്ക് ഉത്സാഹമാണ്. ഉത്സാഹമാണ്. നടന്നു പോകാൻ ഇഷ്ടമാണ്. വാദം, തണുപ്പാണ്. ഇപ്പൊ ചൂടടിക്കും തോറും അതിന് ഉത്സാഹം കൂടി. ഒരു പ്രത്യേക രീതിയാണ്. ഈ ആനയെ സംബന്ധിച്ചും കഫപ്രകൃതിയുള്ള ആനകളെ നമ്മള് വെയിലത്ത് കൊണ്ടുപോയി കൂടാ. ആന തണല് ആഗ്രഹിച്ചു പോയി നിൽക്കും. അപ്പൊ അതിനിടം നമ്മൾ കൊടുക്കരുത്. അതാണ് ഒരു പാപ്പാന് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ആനയെ കണ്ടാല് അതിന്റെ പ്രായം നിശ്ചയിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ആനയുടെ സ്വഭാവങ്ങള് അറിഞ്ഞിരിക്കണം. വാദപിത്ത പ്രകൃതം അറിഞ്ഞിരിക്കണം. വാദപിത്ത കഫ പ്രകൃതിയാണോ എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ആനയുടെ മർമ്മസ്ഥാനങ്ങൾ പഠിച്ചിരിക്കണം. ആനയുടെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ നിന്ന് പഠിച്ചിരിക്കണം. ആനയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് ആ രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടുപിടിക്കാനും കഴിവുണ്ടായിരിക്കണം. ഇങ്ങനെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം ഒരാനയുടെ പാപ്പാൻ. യഥാർത്ഥ പാപ്പാൻ അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരിക്കണം ആനയുടെ പാപ്പാൻ. എങ്കിൽ മാത്രമേ ഈ തൊഴിലും ഈ ആനയുടെ സംരക്ഷണവും ശരിയായ രീതിയിൽ പോകത്തുള്ളൂ. ഇന്നത്തെ കാലസ്ഥിതിക്ക് എന്താണെന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ ഇവൻ ഈ പിത്ത പ്രകൃതി ആയ കാരണം നമ്മളെ വെയിലത്തൂടെ നടത്തുന്ന ആന വളരെ ശ്രദ്ധിക്കും. കാര്യം ഒന്നാമത് ആനയ്ക്ക് ഈ പിത്തപ്രകൃതിയുള്ള ആനകൾക്ക് ഉള്ളിൽ ഉൾക്കട്ടി കുറവാണ്. കണ്ടമാനം ആഹാരം വിശപ്പാണ്. അതുപോലെ ആഹാരം നമ്മൾ കൊടുക്കൂടോ. അപ്പം നമ്മൾ ഈ കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ? ആനയ്ക്ക് ദഹിക്കണം. ആനകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആനകൾ കൂടുതലായിട്ട് ആഹാരം കഴിക്കുന്ന സമയമുണ്ട്, പിന്നെ ആഹാരം കഴിക്കാത്ത സമയങ്ങളുണ്ട്. അപ്പൊ ആഹാരം കഴിക്കാത്ത സമയങ്ങളിൽ നമ്മൾ ആഹാരം കൊടുത്തിട്ട് അത് കഴിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആനകളെ അതായത് ഏറ്റവും കൂടുതൽ ആഹാരം കഴിയും ബ്രഹ്മമുഹൂർത്തം, അതായത് വെളുപ്പിനെ 3:30 എന്ന് പറയുന്ന സമയമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്നത്. ആ ബ്രഹ്മമുഹൂർത്തം ആ വെളുപ്പിനെ 3:30 മുതൽ രാവിലെ 9 മണി വരെ എന്ത് ആഹാരം കൊടുത്താൽ ആന നല്ലതുപോലെ ആഹാരം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം രാത്രി 9 മണി വരെ നല്ലതുപോലെ ആഹാരം കഴിക്കുവാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ആനയ്ക്ക് ആഹാരവും വെള്ളവും കൊടുക്കാൻ ശരിയായിട്ട് ആഹാരവും കഴിക്കത്തില്ല, വെള്ളവും കുടിക്കുള്ളൂ. അതെന്താ? അതൊരു പ്രകൃതിയുടെ ഒരു നിയമമാണ്. നമ്മൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ മനുഷ്യരും അത് തന്നെയാണ്. നമ്മൾ വളർത്തുന്ന പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വളർത്തുന്ന പശുവാട് അതുങ്ങൾക്ക് ഇങ്ങനെയല്ല ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആനയുടെ ഭക്ഷണ രീതിയും പശുവാടിന്റെ ഭക്ഷണ രീതിയും ആന അയവിറക്കുന്നില്ല, മറ്റേത് അയവിറക്കുന്നു. അതിന് ഒത്തിരി ക്യാപ്പുകളും. ഇതിന് അത് വേണ്ട. അപ്പൊ അതിന്റെ ടൈം ടേബിൾ അനുസരിച്ച് ആനയ്ക്ക് തീറ്റയും വെള്ളവും കൊടുത്തില്ല എങ്കിൽ അത് അതിന്റെ ആരോഗ്യത്തെ കയറി ബാധിക്കും. വെള്ളം കുടിയൊക്കെ ആണെങ്കിലോ പുള്ളിക്ക് വെള്ളം കുടി ഈ പറഞ്ഞ പോലെ ഒരു ചിട്ടയിലാണ് എല്ലാ ആനകളും. അങ്ങനെ നമ്മൾ അത് കൊടുക്കണം, ഒരു ചിട്ടയാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ആന യഥാർത്ഥ നല്ല ഒരു ആരോഗ്യവാനായിട്ട് നമുക്ക് ആനയെ കിട്ടത്തുള്ളൂ. അല്ലാതെ എല്ലാരും ചെയ്യുന്നുണ്ട്, തോന്നുമ്പോ അഴിക്കുക, തോന്നുമ്പോ വെള്ളം കൊടുക്കുക, അത് നടന്നു വന്ന് ക്ഷീണിച്ച് നിൽക്കുമ്പോഴും വെള്ളം അത് അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ആന നല്ല ആരോഗ്യവാനായി ഒരു ഉത്തമനായ
ഒരു ആനയെ നമ്മൾ പരിഷ്കരിച്ച് പോകേണ്ട ഈ രീതി വേണം ടൈം ടേബിൾ വെച്ച്, എങ്കിലേ അത് പിന്നെ ആയുസ് നീണ്ടു കിട്ടും, നിലനിൽക്കും. ആനയ്ക്കും ഗുണമുള്ളൂ, ആനയ്ക്കും നാട്ടുകാർക്കും ഗുണവും. ഇവന്റെ ഈ ഉറക്കമൊക്കെ ആണെങ്കിലും ഇത് ഉറക്കപ്രിയനാണ്. അത് ശരി. എവിടെ ഭയമില്ലാത്തത് കൊണ്ട് എവിടെ വേണമെന്നാലും കിടന്നു. ഉറക്കം വരുമ്പോ എവിടെ വേണം, പകലും വേണ്ടി വന്നാൽ കിടന്നുറക്കം ആണെങ്കിൽ മതപ്പാടിൽ പക കിടന്നുറങ്ങും. അത് ശരി. മതപ്പാടാണെങ്കിൽ മതപ്പാടി കിட்ட പകല് മിക്കവാറും ദിവസങ്ങളിൽ വളരെ കുറച്ച് ആനകളെ ഞാൻ എന്റെ ഒരു ചെറിയ കേട്ടിട്ടുള്ളൂ. മതപ്പാടിൽ പകൽ കിടന്നുറങ്ങും. ഒരു 2:30 ആന കിടക്കും. അത് ശരി. അടുത്ത ഒരു 1.5 മണിക്കൂർ സമയം കിടക്കും. പിന്നെ എണീക്കും. എണീറ്റ് ചങ്ങല എടുത്തിട്ട് 2 അടി ഞാൻ എണീറ്റെന്ന് അറിയിക്കും. അന്നേരം എന്തെങ്കിലും എടുത്തോണ്ട് ഇട്ട് കൊടുക്കുക, പിന്നെയും കഴിച്ചോണ്ടിരിക്കും. കാര്യം ഇതിന്റെ അടുത്ത ആൾക്കാർ വന്നാൽ പെട്ടെന്ന് പോകത്തില്ല. അതെ, അവിടെ ഇത് മനുഷ്യന്റെ ഈ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ചങ്ങല എടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ വന്ന് കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. പുള്ളി ഇടയ്ക്ക് അങ്ങനെ ഇരിക്കും, ചങ്ങല എടുത്ത് നമ്മുടെ ശ്രദ്ധ ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിലല്ലേ. പിന്നെ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു അമ്പലത്തിൽ ചെന്നാൽ മതി, ആ വഴി പിന്നെ ആനയ്ക്കറിയാം. ഇതിനല്ല, എല്ലാ ആനകൾക്കും അറിയാം. ആനകൾക്കെല്ലാം ഉത്സവം എന്ന് പറയുന്ന ആനകൾക്ക് വലിയ ആനന്ദമാണ്. കാര്യം നാഗസ്വരത്തിന്റെ മേളത്തിന്റെ മുമ്പിലും ഇതുങ്ങൾ സ്വയം ആസ്വദിക്കുന്നുണ്ട്. അത് ശരി. ചെവിയിട്ടാട്ടിയും എല്ലാം സ്വയമായിട്ട് അവര് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആലവട്ടം പെഞ്ചാമ്പരം വീശ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ആനകൾക്ക് അതിന്റെ തണുപ്പടിക്കുന്നുണ്ട്. അത് ഇത് ആത്മാർത്ഥമായിട്ട് അത് സൂഹിക്കുന്നുണ്ട്. ഉഷ്ണത്തിന് വീശി കൊടുക്കുന്ന പോലെ ആലവട്ടവും പെഞ്ചാമ്പരം അതുപോലെ വിദഗ്ധമായിട്ട് നമ്മൾ അതിന്റെ വീശുന്നുണ്ട്. അപ്പൊ ആനയ്ക്കും അതൊരു സുഖമാണ്. ആനയ്ക്ക് ആനന്ദം നല്ലപോലെ കൊടുക്കുന്നു. ഉത്സവപ്പറമ്പിൽ ചെന്നാൽ ഇഷ്ടം പോലെ ആഹാരം, പഴവർഗ്ഗങ്ങളെല്ലാം കിട്ടും. എല്ലാം ഇഷ്ടം പോലെ. ആനകൾക്ക് പൂരം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഈ ആണ്ടിലെ ഈ ലോക്ക്ഡൌൺ വന്നത് കാരണം പിന്നെ ആനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാപ്പാന്മാരെ, ആന ഉടമകള്, മേളക്കാര്, ആനപ്പുറംകാര് എന്ന് വേണ്ട പേട്ട കച്ചവടക്കാര്, ഉത്സവാദികൾ ഇല്ലാതെ വന്നതുകൊണ്ട് പറയപ്പെടുന്നവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതിനെ ആദ്യമായിട്ട് ഈ ആനയെ ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് ആന വേണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഫംഗ്ഷനിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് തൃശ്ശൂര് രാജു ഡോക്ടറിനെ വിളിക്കുന്നത്, ശിവരാഞ്ചേട്ട പനയന്നാർകാവ് അമ്പലത്തിൽ 6 മണിയാകുമ്പോൾ ഇന്ന് വരണം. അപ്പൊ അവിടെ എന്നെ ആദരിക്കാനായിട്ടൊരു ഇതാണ് അയ്യപ്പ സത്രത്തില് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് പതുക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ന്യൂട്രല് ആനയെന്ന് കേട്ടാൽ ഞാൻ ചാടിപ്പോയി. അവിടെ നിന്ന് വീട്ടിൽ വന്ന് ഒരു ബാഗ് ഒരു ഡ്രസ്സ് കൊടുത്ത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇത് പണ്ട് ഇതിൽ പോയിട്ടുണ്ടെന്ന് കരുനാപ്പള്ളി വന്നു. അവരെ വിളിച്ച് അവർ വണ്ടിക്കാണ് ഇവിടെ വന്നു. ഡോക്ടർ സാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളി വരുമെന്ന് പറഞ്ഞു. പുള്ളി വന്നു. പുള്ളിയുടെ വീട്ടിൽ നിന്ന് പിന്നെ പോത്തമറിച്ച് പിന്നെ രാജു ഡോക്ടർ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന് ആനകളെ സംബന്ധിച്ചൊരു ക്ലാസ്, ഒരു ബോധവൽക്കരണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞ അതിനെന്താ, ഞങ്ങള് 6 മണിക്ക് തുടങ്ങി 9 മണി വരെ ഒരു 10,000-20,000 ആൾക്കാരും ഈ ഗ്രൗണ്ടിൽ കൂടി. അത് ശരി. ആനകളെ കുറിച്ച്. അപ്പൊ ഇവിടെ ആനകളെ മേടിക്കുന്ന പണ്ട് മുതലേ ആന മേടിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം ആന വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവും. അപ്പം ആ സംശയങ്ങളെ ദൂരീകരണത്തിന് വേണ്ടിയാണ്. അപ്പം രാജു ഡോക്ടർ പത്രങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല വിശദമായിട്ട് 3 മണിക്കൂർ സമയം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ആന ഇങ്ങനെയാണ് ഒക്കെ തോന്നൽ വന്നു. അപ്പം നമുക്ക് ആന കൂടിയേ തീരൂ. അപ്പം 23 ആനയെ പോയി കണ്ടിട്ടും നമുക്ക് ആനകളെ ഒന്നും ഇഷ്ടപ്പെടും. അപ്പൊ ചെന്ന് കാണുന്ന ആനയ്ക്കൊക്കെ ഓരോരോ കുറവുകൾ അങ്ങ് വിഷമിച്ചു. അപ്പൊ അവസാനം ഡോക്ടർ എന്നോട് പറഞ്ഞു, 24-ാം തീയതി ആന ഇവിടെ നാളേക്ക് വെച്ചു. സാജൻ ഡോക്ടറോ ഞങ്ങൾ 2 കൂടെ പോകുന്നത്. പുള്ളിയും വേറെ ഇവിടെ 2-3 പേരുണ്ട്, മുരളി സാറ്, പുള്ളി അവരെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. പുള്ളി കോടതിയിൽ. അപ്പൊ വളപ്പായി മണികണ്ഠനെ വിളിക്കാൻ, മണികണ്ഠ എനിക്കിതുപോലൊരു ആവശ്യമുണ്ട്, ഏതെങ്കിലും ഒരു 24-ാം തീയതി നാളേക്ക് വെച്ച് പറ്റും, മണികണ്ഠ സഹായിക്കുന്നു. അതിന് കേട്ടാ പോരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് വെളുപ്പിന് ഞങ്ങള് എന്നും പോകുന്ന ആൾക്കാരെല്ലാം കൂടെ കാറിൽ കയറി ഏതാണ്ട് 8 മണിയായപ്പോഴത്തേന് വളപ്പായി ചെന്ന് വരും. മണികണ്ഠൻ കൊണ്ടുവന്ന് അപ്പൊ ഈ ആന നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ആനയെ കണ്ടു. സത്യം പറഞ്ഞാൽ ഈ ആനയെ കാറിൽ നിന്ന് ഇറങ്ങി ആനയെ എല്ലാരും ഒറ്റ അഭിപ്രായം, ഈ ആന മതി തീരുമാനിച്ചു. ഈ ആന ശരിയായ രീതിയിൽ നമുക്കൊന്നും നോക്കാൻ കൂടി പറ്റില്ല. ഈ ആന മതി, വേറെ ആന വേണ്ട. അതെ. പറഞ്ഞ ഞാൻ പറഞ്ഞ രാജു ഡോക്ടറെ വിളിക്കണം, പുള്ളി ആനയെ സൈസ് ചെയ്യണം.
ഈ ആനയെ തന്നെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. നമ്മൾ അവിടെ കണ്ട് അവനെ എല്ലാവർക്കും കൊണ്ടുവരാൻ ഇത് തീരുമാനിച്ചു. മതി. അത് ശരി, അത് ശരി, ശരി. അപ്പൊ ശരി, എല്ലാവരുടെയും ശ്രമം കൊണ്ട് ഞങ്ങള് അങ്ങനെയാണ് അവിടെ വെച്ചാണ് ഈ ആനയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നത് ദേവിക്ക് ഇത് മതി. അപ്പൊ ഞങ്ങൾ ഇവിടെ പോകാൻ നേരത്ത് ഇത്രയും ആനകളെ പോയി കണ്ടിട്ട് ഒരാനയെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഓരോരോ ഒരു സങ്കടമല്ലേ. അപ്പൊ ഇവിടെ ഒരു ഗണപതി ഉണ്ട്. അപ്പൊ ഞാൻ അഡ്വക്കേറ്റ് രാജീവ് എന്നും പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് സാറേ, അദ്ദേഹമാണ് പ്രസിഡന്റ്. നമ്മുടെ സാറേ, നമ്മൾ പോയി സാർ ഒരു കാര്യം ചെയ്യും, അകത്ത് ഒരു തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് നമുക്ക് പോവാം. പുള്ളി എന്ന് അതുപോലെ ചെയ്തു. ഞങ്ങൾ ചെന്നു, ഈ ആനയെ കൊണ്ടിന് പോരുക. ഇതാണ്, അങ്ങനെയാണ് ഇവൻ ഇവിടെ എത്തിയ. ആനയെ സംബന്ധിച്ച് ഇപ്പം ഇവിടെ വന്ന ഇവരുടെ ഈ നാട്ടുകാരുടെ കണ്ണിലുണ്ട്. എല്ലാവർക്കും ഇവിടുത്തെ ആപാലവൃക്ഷം ജനങ്ങൾക്കും ഓരോ വീട്ടിലൊക്കെ ചെന്നാൽ ആന കയറി അങ്ങ് ധൈര്യമായിട്ട്. അതില്ലാത്ത സാധനം ഉടനെ കടയിൽ പോയി ഒരു മനുഷ്യർ, ഈ നാട്ടിലുള്ള ഒരു മനുഷ്യർ അതിന് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാതിരിക്കും. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും പിന്നെ ഞങ്ങളെയും കാര്യമാണ്. ഞങ്ങൾക്കും അതിന്റെ എന്താണെന്ന് വെച്ചാൽ ആഹാരം കഴിക്കാനുള്ള. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു പ്രത്യേക പദവി തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാനും പറ്റി. ഞങ്ങള് ചെന്ന് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള കൂടെയുള്ളവർക്ക് ഇപ്പൊ ഒരു വീട്ടിൽ ആന കയറി ചെന്നു, ആനയ്ക്ക് അവർ ഇഷ്ടം പോലെ സാധനം മേടിച്ചു കൊടുക്കുന്നു. അതിനൊപ്പം തന്നെ നിങ്ങൾ പോയി ചായ കുടിക്കുക, അല്ലെ ഉച്ച സമയം ഉണ്ണാനുള്ള പൈസ എത്ര. അല്ല, അത് ഞങ്ങള് ഇവിടെ വന്ന് ഞങ്ങള് ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ പല നാടുകളിലും ആനകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അവിടെ എങ്ങും കാണാത്തൊരടുപ്പം. ഒരു പക്ഷെ എന്റെ കൂടെ സുധീർ അദ്ദേഹവും പറയുകയുണ്ടായി പലപ്പോഴും, എന്താണെന്നറിയില്ല, ഇവിടുത്തെ ജനങ്ങളുമായിട്ട് അത്ര സിങ്കാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു. അപ്പൊ സത്യമാണത്. അതിൽ ഞങ്ങൾ ഇവിടുത്തെ ആദ്യം ഇവിടെ ഞങ്ങൾ ഇവരോടാണ് നന്ദി പറഞ്ഞത്, ഈ നാട്ടുകാരോടാണ് കേട്ടോ. ഞങ്ങളെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വലിയ കാര്യമാണ്. ഞാനും ആനയും കൂടെ, എന്റെ കൂടെ ഉള്ളവര്, ഞങ്ങളെല്ലാം ഒരുമിച്ചേ പോകത്തുള്ളൂ. എപ്പോഴും ആനയോട് 4, 5, 6 പേര് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആനയ്ക്ക് അവർ ഇഷ്ടം പോലെ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഞങ്ങൾ പോരാൻ നേരത്തെ ഞങ്ങളെയും വിളിച്ച് ഞങ്ങൾക്കും കാപ്പി കുടിക്കാൻ സമയമാണ് കാപ്പി. എന്നാൽ ഏത് വീട്ടിൽ ചെന്നാലും കാപ്പി ഉണ്ട്, ഉച്ചയ്ക്കാണ് ആഹാരം കഴിച്ച് ഞങ്ങൾ പിന്നെ സാറിന് നമ്മള് ശരിയല്ല. എന്നാലും ആഹാരം കഴിക്കുന്ന വീടുകളുണ്ട്. കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് അനുകൂലിക്കും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളും ഈ കാളിദാസന്റെ ഞാൻ ഈ നാട്ടുകാരുമായിട്ട് ഒരു ബന്ധം, ഈ ദേവിയുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. പിന്നെ നാളെ എന്താകുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു എല്ലായിടത്തും എല്ലാവർക്കും ഇങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവനെയും കൊണ്ട് ഉത്സവ പറമ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാലോ, പല നാടുകളിൽ പല പൂരങ്ങളുണ്ട്. ചിലയിടത്ത് ആള് കൂടുന്ന പൂരങ്ങളുണ്ട്, ചിലയിടത്ത് ആള് കുറയുന്ന പൂരങ്ങളുണ്ട്, ചിലത്ത് ചിട്ടകൾ കൂടുന്നു. അപ്പൊ പല പൂരങ്ങളിൽ ചെല്ലുമ്പോഴും എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നൊന്ന് പറയാം. ഇതിനെ പോലുള്ള ഈ ആനയെ സംബന്ധിച്ച് എവിടെ എത്ര ആൾക്കൂട്ടത്തിൽ കൂടെ വേണമെന്നാലും നമുക്ക് ധൈര്യസമേതം കൊണ്ടുപോകുന്ന ഒരു ആന. ഒരു മനുഷ്യന്റെ ദേഹത്തിന്റെ കൊമ്പ് തൊടത്തില്ല. അത്ര സൂക്ഷിച്ച് ആന പോകുന്നുണ്ട്. പിന്നെ അതുപോലെ അഥവാ എതിർച്ച ഒരാൾ വന്ന് ഇതിന്റെ കൊമ്പെ തൊട്ടെന്ന് പറഞ്ഞാലും അതങ്ങോട്ട് നോക്കത്തില്ല. നമുക്ക് ധൈര്യമായിട്ട് എത്ര ആൾക്കൂട്ടത്തിൽ കൂടെ വേണമെന്നാലും നമുക്ക് ആനയെ കൊണ്ടുപോകാം. അതുപോലെ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു അപകട സ്ഥലം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആന വളരെ ശ്രദ്ധയോടുകൂടിയേ പോകത്തുള്ളൂ. ഒരു ചൂട് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. കാര്യം ആനയ്ക്ക് പരിചയമുള്ള സ്ഥലമാണെങ്കിലൊക്കെ കൂളായിട്ട് കയറി പോകും. ഏത് ഉത്സവം ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം പോയാൽ പിന്നെ ആ വഴി കാണുന്നുണ്ടെങ്കിൽ ആനയ്ക്കറിയാം. ആ ക്ഷേത്രത്തിൽ ഓടിച്ചെന്ന് നിൽക്കേണ്ട സ്ഥലത്ത് ചെന്ന് നിൽക്കും. തലയെക്കെട്ട് കെട്ടേണ്ടത് അവിടെ പോയി, ഇതെല്ലാം ആനയ്ക്ക് അറിയാം. അപ്പൊ പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെ കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചിട്ടയോടുകൂടി ഉത്സവം നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശന്റെ അവിടെ ചെല്ലുന്ന ആന ഇത് തന്നെയല്ല, എല്ലാ ആനകൾക്കും ചിട്ട അറിയാം. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ള ആനകൾക്ക് എല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇന്നതാണെന്നെല്ലാം അല്ലെന്നൊന്നും അതിനൊന്നും നമുക്കാർക്കും നിഷേധിക്കാൻ. എല്ലാ ആനകളും ശാന്തരാണ്. എത്രയോ മണിക്കൂർ ആനകൾക്ക് ഇഷ്ടം പോലെ ആഹാരം. അതുപോലെ തന്നെ പാപ്പാന്മാർക്ക് നല്ല ഭക്ഷണം, എല്ലാം അവിടെ ഒരു ചിട്ടവട്ട. അവിടെ ചെല്ലുന്ന ആനകളും അതുപോലെ തന്നെ ചെല്ലുന്ന പാപ്പാന്മാരും സന്തോഷകരമായിട്ട് അത് മറ്റെങ്ങും കിട്ടാത്ത ഒരു അനുഭവമാണ്. അതുപോലെ ഈ ആന
ഏത് പൂരത്തിന് വേണമെന്നാലും നമുക്ക് എവിടെ വേണമെന്നാലും കൊണ്ടുവന്ന് കയറ്റുന്നത്. അതെ, ധൈര്യമായിട്ട് കയറ്റി നിർത്താം. അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരാന എടുത്ത് പോവോ മറ്റു കാര്യങ്ങളൊന്നും തീറ്റ വരാൻ പോവും. ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് അപ്പുറത്തേക്ക് ഇതിന്റെ തീറ്റ മുഴുവൻ ആന എടുത്തു. അത് ശരി. ആ പിന്നെ അതല്ല ഫ്രണ്ട്സ് ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അതാരാണ്? ഈ നന്ദിലത്തുകാരൻ ആനയെ മുഴുവനും വലിയ കാര്യം. ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള ആനയെ പിന്നെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്. പിന്നെ ഈ ഇതിന്റെ അനുവാദം ഇല്ലാതെ ഇതിന്റെ മുമ്പിൽ നിന്ന് തീറ്റ എടുക്കും. അത് ശരി. ഇത് തന്നെത്താൻ ഇട്ടു കൊടുക്കും. നോക്കി നിൽക്കും. മറ്റേ ആനയ്ക്ക് തീറ്റയില്ല, ഇതെല്ലാം കൂടെ അങ്ങ് നീക്കി കൊടുക്കുക. പിന്നെ കുറേശ്ശെ എടുത്ത് ഇങ്ങോട്ട് അതൊക്കെ ഷെയറിംഗ് ഒക്കെ ഉണ്ടല്ലേ പുള്ളിക്ക്? അതൊക്കെ ഭയങ്കര കാര്യമാണ്. ചികിത്സകള് പിന്നെ എനിക്കറിയാവുന്ന കുറെ മരുന്നുകളാണ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ലേഹ്യം ഉണ്ടാക്കും, അത് ഞങ്ങൾ കൊടുക്കും. അത് ആനയുടെ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖത്തിനുള്ളതാണ്. വയറ് ശുദ്ധീകരിക്കുന്നതിനാണ്. ഇരണ്ടക്കെട്ട്, മലബന്ധങ്ങള്, നോവ്, അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, ആന പുഷ്ടി വരാനും ഒക്കെ കൊടുക്കുന്നു. അത് ഒരു വർഷത്തേക്ക് തന്നെ അത് പ്രയോജനം ചെയ്യും. അത് മതപ്പാട് കെട്ടുന്നിടം വരെ അത് ചെയ്യും. ഞങ്ങള് അതായത് ഞാനും ഈ നാട്ടുകാരും ഈ കമ്പറ്റിക്കാരും ഒരേപോലെ ഞങ്ങൾ ഈ ആനയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇവിടെ കാലാകാലം 3 വർഷം ഒരു കമ്മിറ്റിയുടെ പീരീഡ്, ഏത് കമ്മിറ്റിക്കാർ വന്നാലും ആനയുടെ കാര്യത്തിലും ഞങ്ങളുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. കാര്യം ഞങ്ങൾക്ക് എന്ത് വേണം അതെല്ലാം ഈ കമ്മിറ്റിക്കാർ, ഏത് കമ്മിറ്റിക്കാർ വന്നാലും. അതുപോലെ നാട്ടുകാരൊക്കെ ഞങ്ങളോട് വളരെ അടുത്ത് പെരുമാറുന്ന ആൾക്കാരെല്ലാം. ഇതെന്തുവാണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളും അതുപോലെയാണ് സഹകരിക്കുന്നത്. മറ്റൊരു ആവശ്യമില്ല. അപ്പം ആനയുടെ കാര്യത്തിൽ നാട്ടുകാർക്കും കരുതലുണ്ട്, കമ്മിറ്റിക്കാർക്ക് കരുതലുണ്ട്, പോരെങ്കിൽ എനിക്ക് എൻ്റെതായ കരുതലുണ്ട്. എല്ലാവരുമായിട്ട് ഞങ്ങൾ യോജിച്ച് കരുതിപ്പോന്ന് ആനയ്ക്ക് യഥാസമയങ്ങളിൽ. പിന്നെ ഞങ്ങൾ വെറ്റിനറി ഡോക്ടർ ബിനു ഗോപിനാഥാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് സാജൻ എന്നും പറഞ്ഞ ഡോക്ടറുണ്ട്. അത് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തിനെ ആദ്യം സമീപിക്കുന്ന, അദ്ദേഹത്തിൽ കൂടിയാണ് ഞങ്ങൾ ബിനു ഗോപിനാഥ് അതുപോലുള്ള ഡോക്ടർമാരെയൊക്കെ ഞങ്ങൾ സമീപിച്ച് ആനയുടെ കാര്യത്തിൽ എല്ലാവരും. പുള്ളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മധുര വസ്തുക്കളോട് ഇതിന് വലിയ താല്പര്യം. പിന്നെ കരിമ്പിന്റെ തലപ്പ്, തണ്ണിമത്തൻ, ഇതൊക്കെ എല്ലാം അങ്ങനെ പ്രത്യേകിച്ച് പുള്ളിക്ക് എന്ത് കൊടുത്താലും കഴിക്കും. പിന്നെ ഇഷ്ടക്കേടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആന നീക്കിക്കളയും. അത് ശരി. പിന്നെ ആനക്ക് ആർക്ക് വേണമെന്നാലും എന്ത് വേണമെന്നാലും കൊണ്ട് കൊടുക്കാം. അല്ല, വായി കൊണ്ട് കൊടുക്കാം. കൊടുത്തിട്ട് അങ്ങ് പൊക്കോണം. കൊടുത്തിട്ട് പിന്നെ ദേഹത്തൊന്ന് കൊമ്പെ തൊടുക ഇഷ്ടമല്ല. കൊമ്പെ തൊട്ടാൽ നീക്കിക്കളയും. അതൊക്കെ ചെയ്യാം. അത് വേറൊന്നും കണ്ടില്ല, നീ എന്റെ അടുത്ത് നിൽക്കേണ്ട എന്നുള്ള രീതിയിലാണ്. എന്ത് സാധനവും നമുക്ക് കൊണ്ട് കൊടുത്തോണം, പൊക്കോണം. പിന്നെ അവിടെ തലോടാനും പിന്നെ അവിടെ നിന്ന് ഷൈൻ ചെയ്യാനും ഒന്നും ആന സമ്മതിക്കത്തില്ല. അത് ചിലർക്ക് മാത്രമേ പുള്ളി അനുവദിച്ചിട്ടുള്ളൂ. അവര് മാത്രം അവർക്ക് ഇഷ്ടം. അതല്ലാതെ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അവര് വന്ന് എന്ത് വന്നാലും ചെയ്താൽ കുഴപ്പമില്ല. ഈ പുതുപ്പാറ്റികൾ വരുമ്പോഴാണിത്. പുതുപ്പാറ്റി വന്നാലും ആന അവരെ ഉൾക്കൊള്ളും. അത് മേടിച്ച് എന്നിട്ട് പൊക്കോണം, സ്ഥലം കാലിയാക്കിക്കോണം. അതേസമയം ഓരോരുത്തർ വന്ന് കുശലങ്ങൾ, ഇപ്പം കമ്മിറ്റി പറഞ്ഞ ഓഫീസിന്റെ അവിടെ ചെല്ലുന്നുണ്ട്, ആരാരും സെക്രട്ടറി ആരാണ്, പ്രസിഡന്റ് ആരാണെന്ന് ആനയ്ക്കറിയാം. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അത് ശരി. അപ്പൊ അവരെ കാണുന്നുണ്ട് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കാര്യം അവര് വരുമ്പോഴും ഒരു പ്രസിഡന്റ് വരുമ്പോ ആ പ്രസിഡന്റിന്റെ രീതിയിൽ ആന എടുത്തു വരുന്നു. കാര്യം അവര് വെറും കൈയോട് വരുന്നില്ല. അവരിൽ ഒരു ശർക്കര ഉണ്ടല്ല. ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിസ്തകർച്ചയെ ദർശനാം പണ്ഡിതനാം ഗുരുവിനാം രാജ്യകാര്യസ്ഥനാം. അപ്പൊ ആ ഒരു ചിന്തയിൽ കൂടിയാണ് പ്രസിഡന്റ് ആയാലും സെക്രട്ടറി നടക്കുന്നതും ആനയുടെ അടുത്തോട്ട് വരുന്നതും. എന്താടാ ഒരു അധികാര മനസ്സിലായി. നിസ്തകർച്ചയെ ദർശനാം പണ്ഡിതനാം ഗുരുവിനാം രാജ്യകാര്യസ്ഥനാം. ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു പ്രസിഡന്റും സെക്രട്ടറി ആയാലും ആന എടുത്തത്. അവർ വെറും കൈയോട് വരാറില്ല. അപ്പൊ അങ്ങനെ വരുന്നവരെ കാണുമ്പോൾ ആനയ്ക്കറിയാം ഇതെന്റെ രക്ഷകനാണ്, എനിക്ക് എൻ്റെ അടുപ്പക്കാരനാണ്. ആശാനെ, അപ്പം ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാളിദാസനെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും നേരം ഞങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റിയൊക്കെ, ഇവൻ്റെ വിശേഷങ്ങളെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. നമുക്കിനിയും മറ്റൊരു അവസരത്തിൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.